കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭക്ഷണമൊക്കെ ആളുള്ളതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അതിൽ പൊറോട്ടയുണ്ട്, ദാലുണ്ട്, ഇവിടുത്തെ ഡിഷ് വരണുള്ളൂ, അച്ചാറുണ്ട്, പിന്നെ ബ്രെഡ് ജാം, ബ്രെഡും ബട്ടറും. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ കാലത്ത് തന്നെ ശ്രീനഗർ കാണാനായിട്ട് പോവാം. അപ്പോൾ വണ്ടിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് ടുലിപ്സ് ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ, അതുപോലെ ഇവിടുത്തെ ചഷ്മ സാഗിൽ എന്ന് പറഞ്ഞ ഗാർഡനിലേക്കാണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ഇന്ന് നമ്മുടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പോണത് ഇവിടുത്തെ ഗാർഡനാണ്. ഏതാ ഗാർഡൻ ചേട്ടാ? ട്യൂലിപ്പ് ഗാർഡനിലേക്കാണ് പോണേ. അപ്പോൾ പെട്ടെന്ന് ആളുടെ അടുത്ത് ഹിന്ദി പറഞ്ഞ് ഇപ്പോൾ മലയാളം പറയുമ്പോൾ ഒരു വ്യത്യാസം. हमको क्या है ना, एक बार एक लैंग्वेज बोलने के बाद मलयालम बोले के तो थोड़ा दिक्कत है. मेरा नाम मातू. നമ്മുടെ നാട്ടിലെ പോലെയല്ല, റോഡുകളൊക്കെ എന്താ പറയാ, കുണ്ടും കുഴിയൊന്നും ഇല്ല, പിന്നെ പൊല്യൂഷനോ വേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല റോഡ് യാത്ര ചെയ്യാനായിട്ട്. ഞങ്ങളിത് ടുലിപ്സ് ഗാർഡൻ കാണാനായിട്ട് പോകാൻ കേട്ടോ. ടുലിപ്സ് ഗാർഡൻ്റെ അടുത്ത് തന്നെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനും കൂടി ഉണ്ട്. അപ്പോൾ വണ്ടി അവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വണ്ടി അവിടെ ഞങ്ങളുടെ ഡ്രൈവർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ബാക്കി വഴി അങ്ങോട്ട് നടക്കാം. തണവുണ്ട്, അത്യാവശ്യം തണവുണ്ട്. നമ്മൾ കൊടൈക്കനാലും ഊട്ടിയിലുള്ളതിനായിട്ടൊക്കെ നല്ല തണവുണ്ട്. മസ്റ്റായിട്ടും ജാക്കറ്റും തെർമൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. പ്രിയ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു മടി കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ഡ്രസ്സ് ഇടുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവള് ജാക്കറ്റ് വേണ്ടാന്ന് വെച്ചു. കുഴപ്പമില്ല, മഴ പെയ്യണ കാരണേ കുറച്ച് വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങളെല്ലാവരും മാത്തിട്ടും വേറെ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോണേ. അങ്ങനെ വഴിയിൽ മൊത്തം മിലിറ്ററി ആൾക്കാരുണ്ട്, അവരെ വണ്ടികളും സുരക്ഷയ്ക്കുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ, നല്ലൊരു അനുഭവമാണ്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ട്രെയിനിലുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. എന്താ പറയാൻ വാക്കുകളില്ല. അതായത് നമ്മൾ ഖത്ര തൊട്ട് ശ്രീനഗർ വരെ ആ പോണ ജേണിയിൽ കാണുന്ന കാഴ്ചകളില്ലേ, ഒരു ക്യാമറയിൽ പെടുത്തനായിട്ടും അപ്പുറം ഉണ്ട്. ടുലിപ്സ് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിരാവിലെ എത്താൻ ശ്രമിക്കുക. എന്താണെന്ന് അറിയോ, അല്ലെങ്കിൽ ഇവിടെ ആൾക്കൂട്ടം വന്നിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ 9 മണിയപ്പോൾ എത്തിയ ഗാർഡനിലേക്കുള്ള ടൈമിംഗ് ആണ് 6 മണി തൊട്ട് സൺസെറ്റ് വരെ. അഡൽട്സിനെ 100 രൂപയും ചിൽഡ്രൻസിനെ 50 രൂപയാണ് എഴുതിയിട്ടില്ല കേട്ടോ. ഈ ഫോറിൻ വിസിറ്റേഴ്സ് ആണെങ്കിൽ 400. ഇതാണ് ടുലിപ്പ് ഫെസ്റ്റിവല്. എൻ്റെ പൊന്നളിയാ, അത്രയും മനോഹരമാണ്. ഞാനതൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണാനുള്ള ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നല്ല ഭംഗിയുള്ള സൈമ. ഇതാണ് ഇന്ദിരാഗാന്ധി ടുലിപ്പ് ഗാർഡൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡനിൽ ഒന്നാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. പൂക്കളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. ഈ സമയത്ത് മാത്രമാണ് ടുലിപ്സ് പൂക്കൾ കാണാൻ പറ്റുള്ളൂ. ഒട്ടേറെ ഹിന്ദി പടങ്ങൾ പിടിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോക്ക് സ്റ്റാർ, ഹൈദർ, ജബ് തക് ഹേ ജാൻ എന്നീ പടങ്ങൾ. ടുലിപ്സ് ഗാർഡനിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കാശ്മീരിൽ മെയിനായിട്ട് 4 സീസൺസ് ആണ് ഉള്ളത്. അതിലത്തെ ഒരു സീസണാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, ടുലിപ്പ് സീസൺ. ഈ സമയത്ത് മെയിനായിട്ട് പൂക്കളൊക്കെ ടുലിപ്സ് പൂ, അതുപോലെ പലതരം വെറൈറ്റിയിലുള്ള പൂക്കളാണ് നമുക്ക് ഇവിടുന്ന് കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതായത് പല കളറുകളിൽ, റെഡ്, ഓറഞ്ച്, ബ്ലൂ, വയലറ്റ്, അങ്ങനെ പല കളറുകളിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ പ്രിയും മാത്തുട്ടിനൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കാം. നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് പോവുകയാണെങ്കിൽ സന്തോഷം സമാധാനമായിട്ടൊക്കെ പോവാം. കുറേ നേരമൊക്കെ പുഷ്പങ്ങളൊക്കെ നോക്കി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്തത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ടുലിപ്സ് ഗാർഡൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് മൊത്തം ഈ ഭാഗം ഫുള്ള് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും.
കാശ്മീരിൽ നേരത്തെ പറഞ്ഞ പോലെ 4 സീസണാണ് ഉള്ളത്. ഇപ്പോൾ കാണുന്നതാണ് സ്പ്രിംഗ് സീസൺ. ഇത് കൂടാണ്ട് നമുക്ക് ഓട്ടം ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സമ്മർ ഉണ്ട്. ഓരോ സീസണും അതിൻ്റെതായ ഭംഗിയുണ്ട്. കാശ്മീരിന് 400 വെറൈറ്റി ടുലിപ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയണേ. 400 ടൈപ്സ് നമുക്കിവിടെ കണ്ടേതാണെന്ന് മനസ്സിലാവില്ല, നമുക്ക് കളറുകളെല്ലാം അറിയുള്ളൂ. പിന്നെ പലതരം വെറൈറ്റികളുണ്ട്. 400 തരത്തിലുള്ള ടുലിപ്സുകളാണ് ഇവിടെ കാണാനുള്ളത്. മഞ്ഞ കളറിൽ പടം മിഠായി ഉണ്ട് ഞങ്ങളുടെ. അപ്പോ മറ്റേ ചെറി ബ്ലോസം അതൊക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് തോന്നി. ഇന്നലെ അത് കണ്ട കാരണം ഇന്ന് കാണുമ്പോൾ ഭയങ്കര നോർമലായിട്ട് അത് ഫീൽ ചെയ്യണേ. ഇന്നലത്തെ ആ യാത്രയായിരുന്നു ഏറ്റവും അടിപൊളി. അത് വൺ ടൈം എക്സ്പീരിയൻസിന്റെ ലൈഫ്. ആദ്യം കുറേ ടണലാ, ഒരുപാട് ടണൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് സൈറ്റ് സീയിങ് പോലുള്ളൂ. നല്ല നല്ല വീടുകളും ചെറി ബ്ലോസം അതുപോലെ മറ്റേ കടുകുപ്പാട ഫുള്ള് മഞ്ഞും ഗ്രീനും. അത് നല്ല ഭംഗിയാണ്. ഉമ്പല്ലേ, ഉമ്പത് കൂടെ പൂലേ പറഞ്ഞേ. ഉമ്പ എവിടെ പോണേ? ഉമ്പം അത് കൂടെ അല്ലേ, ഒഴുകി പൂലേ. എവിടെ എവിടെ ഉമ്പം? കണ്ട ഇവിടെ ഉമ്പം കണ്ട. ഈ ഉമ്പം വന്നിട്ട് ഇതുകൂടെ ഒഴുകി അങ്ങനെ പോവും. എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം കാശ്മീർ പോയപ്പോൾ ടുലിപ്പ് ഗാർഡൻ കണ്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുണ്ടായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചതാ നെക്സ്റ്റ് ഇയർ എന്തായാലും ഇവിടേക്ക് വരണം എന്നുള്ളത്. അതേപോലെ നിങ്ങളും തീർച്ചയായും കാശ്മീർ കണ്ട ഒരു സ്ഥലം തന്നെയാട്ടാ. എവിടെ തോക്ക് കാണിച്ചപ്പോ തോക്കോ അമ്പോ. ഇതേപോലെ കൊച്ചുങ്ങളായിട്ട് കാശ്മീർ വരാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എവിടേക്കൊക്കെ ട്രിപ്പ് പോയാലും അവർക്ക് സന്തോഷിപ്പിക്കാനുള്ള സമയം കണ്ടെത്തി കഴിഞ്ഞാൽ പാതി പ്രശ്നം തീരുന്നു. പിന്നെ ഭക്ഷണം സമയത്തിന് കൊടുക്കുക. ഇനി കഴിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ കുത്തി കയറ്റി കൊടുത്തിട്ടാണെങ്കിലും അവരെ നമ്മൾ സന്തോഷിപ്പിച്ച് കൊണ്ടുവരണം. फेमस कोकोनट कुलचा कितना है इसका रेट? 25 है. और एक ग्लास कावा कितना है? with dry fruits and honey 50 rupees. थोड़ा कमती में कावा थोड़ा मिलेगा? नहीं मिलेगा आपके लिए, नॉट वेरी. ठीक है. कोची वेयर कोची इन कोची वेयर. Yes, proper कोची में. फोर्ट कोची. ओके. Yes, take it. ഓക്കെ, താങ്ക് യു. Welcome. എങ്ങനെയുണ്ട്? വിസിലടിക്കണ്ട, അമ്മയ്ക്ക് കൊടുത്തോ, വിസിലടിക്കും. മാത്തു പേര് വെക്കണു. ആപ്കാ നാം ക്യാ ഹേ? മാത്തു. അങ്ങനെ ഞങ്ങള് ടുലിപ്സ് ഗാർഡൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് ബൊട്ടാനിക്കൽ ഗാർഡൻ വന്ന് നോക്കാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ അതിന്റെ തൊട്ടടുത്താണ്, കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ടിക്കറ്റിന് വന്നിട്ട് 30 രൂപയാണ് ഒരാൾക്ക്. 50 അല്ല 50 രൂപ. അങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് എത്തി. എല്ലാവരും ഫുള്ള് കേരളത്തിൽ നിന്നുള്ളവരാണ്, പരിചയം തൃശ്ശൂർ പ്രത്യേകിച്ച്. മൊത്തം പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പച്ചപ്പിൻ്റെ കലവറ എന്ന് പറയില്ലേ, മരങ്ങളൊക്കെ ഇങ്ങനെ വീണിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അതിൻ്റെ കൂടാതെ തന്നെ നമ്മുടെ ഹസ്കി എന്ന് പറയണ അതിനല്ലേ, അതേപോലത്തെ പട്ടികളൊക്കെയാണ് ഇവിടെ ഫുള്ള്. ഭയങ്കര ഭംഗി. വേറെ എന്താ പറയുക, ഇത്രയ്ക്കും പീസ്ഫുൾനെസ് ഉള്ള സ്ഥലം വേറെ ഞാൻ കണ്ടില്ല. ടുലിപ്സ് ഗാർഡനിൽ കുറേ ആൾക്കാരുണ്ടെങ്കിലും ഇവിടെ അധികം തിരക്കില്ല കേട്ടാ. ഇനിയും കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇനി അധികം സമയം ഇവിടെ ഞങ്ങൾ വേസ്റ്റ് ചെയ്യണില്ല. നേരെ ഇനി കാറിലേക്ക്. टूलिप गार्डन में कम टाइम लिया. हाँ ठीक है. टूलिप टाइम में मैं मैक्सिमम एंजॉय किया. उसको बाद है ना इधर बोटानिकल गार्डन में आ गया. बोटानिकल गार्डन में पूरा नहीं देखा है, पूरा ढूंढा नहीं है, बच्चा भी है ना इसलिए. जी. इसके बाद हम किधर जाते हैं? हम यहाँ से जाएगा उधर, यहाँ पे एक और गार्डन है चश्माशाही. ठीक है. उसके बाद जाएगा परी महल से ऊपर पूरा व्यू दिखता है डल लेक का. ठीक है सर. उसके नेक्स्ट हम जाएंगे शंकराचार्य टेम्पल. शंकराचार्य टेम्पल. शंकराचार्य
शंकराचार्य टेम्पल, ठीक है ठीक है ठीक है, ओके ओके। और उसके बाद हम आप लंच करोगे, हाँ लंच के बाद आप शिकारा राइड करेगा, और जो उसके बाद आपका निशात गार्डन है, शालीमार गार्डन है, वहाँ जाएगा। ठीक है ഓക്കെ പിന്നെ വന്നിട്ട് അമ്പൂരിയാണ് ചഷ്മ സാഹി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ചഷ്മ സാഹി ഇതൊരു ഗാർഡനാണ്, മുഗൾ ഗാർഡൻ ചഷ്മ സാഹി. അപ്പോൾ പ്രീം മാത്രത്തിനോട് വെയിറ്റിംഗ് ആണ്, അവരെടുത്തിട്ട് നമുക്ക് ഇനി ഉള്ളിൽ കയറാം. ഇവിടെയും റേറ്റൊക്കെ സെയിം തന്നെ. അഡൽസിനെ 50 രൂപ വെച്ചിട്ട്, അപ്പോൾ 100 രൂപ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട്. മാത്തൂരിന് 2 വയസ്സുകാരന് ടിക്കറ്റ് ഇല്ല. ആണോ? അങ്ങനെ അവിടുന്ന് ഉണ്ടാവൂലേ? ഈ കാണുന്ന മരമാണ് ചിന്നാർ. ഇതിവിടെ മുഗൾ കാലത്ത് തൊട്ടുള്ള മരമാണ്. അതായത് 300 കൊല്ലം പഴക്കമുണ്ട് ഈ മരത്തിന്. നല്ല വലുപ്പമുണ്ട്. അതിൻ്റെ അടിയിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര തണവാ. ഏകദേശം 150 അടി ഉയരണ്ട് പ്രിയേ, 150 അടി ഉയരണ്ട് ഇതിനെ. അതെ അതെ അതെ, അതൊക്കെ അവര് ആ സ്റ്റിൽ അതിന്റെ റൂട്ട്സിലും മെയിൻസിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത്ര. हाँ मुझे वो यहाँ पे नहीं, अच्छा नहीं मिलता बर्गर इसका, न्यूट्री बर्गर, हाँ न्यूट्री कुलचा बर्गर। आपको जो मिलेगा वो दूसरा है, कलारी कुलचा मिलेगा वहाँ पे। हाँ मोमोची। बाकी तो मुगल गार्डन जो है ये तो मुगल कंस्ट्रक्शन है ना, ये हजारों साल के लिए होती है। चाहे आप ये देखो लाल किला, आप देखो उसकी कंस्ट्रक्शन कब है, मतलब मुगलों की कंस्ट्रक्शन अच्छी होती है। हाँ, तो उसमें ज्यादा कुछ नहीं करना होता है, खाली ये थोड़ा सा 300 वर्ष पहले का है ना। हाँ, 300 वर्ष। हाँ, और उधर में एक पेड़ देखा है मैं, चिनार और 150 फीट का हाइट पे लिखा है। हाँ, और चिनार ट्री की एज होती है 600 साल 700 साल, बहुत एज होती है। हाँ, और इसको नहीं काट सकते, बैन है। हाँ, इसको जो चिनार ट्री है ना, हाँ, ये ऑक्सीजन का खजाना है। हाँ, ऑक्सीजन का मेन ये सोर्स है। सपोज अगर आप गर्मी के टाइम उसके नीचे बैठोगे, हाँ, आपको लगेगा कि आसपास में एसी चल रहा है, इतना ठंडा हवा देता है। हाँ। किधर जाते हैं? हम जा रहे हैं अभी परी महल। ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പെരിമഹലാണ്. ഇപ്പം നമ്മൾ മുഗൾ ഗാർഡൻ കണ്ടു, ചഷ്മ സാഹിൽ കണ്ടു, അതിനുശേഷം ഇവിടെ തന്നെയാണ് ഡയറക്റ്റ് പോണത് പരിമഹൽ. ഇത് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ പൈൻ ഫോറസ്റ്റിലുള്ള വഴിയില്ലേ, അതിന്റെ ഒരു പ്രതീകമാണ്. അതിനായിട്ടും ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനായിട്ടും ഭംഗി എന്ന് പറയുന്നില്ല, അതിൻ്റെതായ ഭംഗി, കാശ്മീരിന്റേതായ ഭംഗി. अच्छा था 20 वर्ष का पहले, क्योंकि हर जगह कंस्ट्रक्शन हो रही है और सही है, कमर्शियल प्रॉपर्टीज बन रही है, तो उसकी वजह से जो नेचर है ना वो खत्म होते हैं और पोल्यूशन भी बढ़ रहा है। तो इस साल स्नो भी कम आ गया। रीजन यही है कि ये ग्लोबल वार्मिंग की वजह से। जी। പരിമഹലിൽ നിന്നുള്ള ഡാൽ ലേക്കിലത്തെ കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് മൊത്തം ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഉൾപ്പെടുത്തിയാൽ തന്നെ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് വിശേഷിപ്പിക്കാനാവില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഫ്രം പ്രിയ ആൻ്റണി വ്ളോഗ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.